ഈ വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും താമസിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ ഈ വീടിൻ്റെ മുൻഭാഗം നിങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് വീണ്ടും ഒന്ന് പണിയണം, അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും തന്നെ നിങ്ങൾ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് മുഴുവൻ പൊളിച്ച് മറ്റൊന്ന് പണിയണം. അല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയില്ല. ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഫാമിലിയോട് ഒരാൾ വന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഈ ഫാമിലി വല്ലാത്ത പ്രയാസത്തിലായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരത്രയും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണെന്ന് കേൾക്കുകയും കൂടി ചെയ്തപ്പോൾ അത് തന്നെയാണ് കാരണം എന്ന് അവർ മനസ്സിലാക്കി. വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് നമ്മുടെ അടുക്കലൂടെ വരികയുണ്ടായത്. നമ്മൾ പറഞ്ഞു, ഇതിങ്ങനെ കാണാമറയത്തിരുന്ന് പറയാൻ കഴിയുന്ന ഒന്നല്ല. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റൊക്കെ ആ വഴിയിലൂടെ നമ്മൾ വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്ററിൻ്റെ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ പരമാവധി അവിടെ കയറാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ആ വീട് പൊളിക്കാനോ അത് മാറ്റിപ്പണിയാനോ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹത്തോടു കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട് പൊളിക്കാനോ അത് വിറ്റുപോകാനോ നിങ്ങൾ തയ്യാറാകേണ്ട. തൽക്കാലത്തിന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കേണ്ടായി. അങ്ങനെ ഒരു സമയം കിട്ടിയപ്പോൾ നമ്മൾ യാത്രാ വഴിയിൽ അവരുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ വീട്ടിലുള്ള സാഹചര്യങ്ങൾ. എന്തുകൊണ്ടും അവർക്ക് അത്രമേൽ താമസയോഗ്യമായ എല്ലാ കാര്യങ്ങളെ കൊണ്ടും അനുകൂലമായ മറ്റൊരു ഭൂമി ഇനി ഇതുപോലൊരു 5 സെൻറ്റിൽ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെയാണ് ചില കാര്യങ്ങളോട് സമീപിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം സമീപനങ്ങളിലൊന്നും നിങ്ങൾ പെട്ടേക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇവിടെ പ്രത്യേകമായി പറയുന്നത്. നിങ്ങളൊന്നും ഒരു വീടും പൊളിച്ചു മാറ്റേണ്ടതില്ല, ഒരു വീടും പൊളിക്കരുത് എന്നാണ് പറയുന്നത്. പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട്, ആ ഭാഗം പൊളിക്കണം, അതാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല എന്ന്. അങ്ങനെ ഒന്നുമല്ല. ചില ആളുകൾ അല്പജ്ഞാനികളുണ്ട്, ഇതിനെക്കുറിച്ച് തീരെ പഠിക്കാത്ത, മനസ്സിലാക്കാത്ത, വെറുതെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അവരുടെ ചില ജൽപ്പനങ്ങളാണിത്. അതിനൊന്നും കീഴ്പ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും നശിപ്പിച്ച് കളയരുത്. ഇൻഷാ അല്ലാഹ് വീട്ടിലുണ്ടായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് കേൾക്കുക. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, അപ്പോൾ അവരോട് പറഞ്ഞത് അതിൻ്റെ ഇന്ന സ്ഥലത്തുള്ള ആ റൂം ശരിയായ ദിശയിലല്ല, അവരുടെ ഇന്ന സ്ഥലത്തുള്ള ആ കിണർ അത് ശരിയായ ദിശയിലല്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുകയുണ്ടായി. ഇതെല്ലാം ഇവർ പറയുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്കവർ കേൾപ്പിച്ചു തന്നു കേട്ടോ. ഏകദേശം ഒരു 6 മിനിറ്റോളമുള്ള വോയിസ് ക്ലിപ്പാണ്. കേൾക്കാൻ തന്നെ തോന്നുന്നില്ല. രണ്ടാമതത് അതിങ്ങനെ തുടക്കത്തിലേ അവർ പറഞ്ഞു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഫസ്റ്റ് ഭാഗം കേട്ടപ്പോൾ തന്നെ ശരിക്കും അവരങ്ങ് പറഞ്ഞ് അത് കേട്ടാൽ ശരിക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളുടെ മനസ്സ് തകരും. കാരണം അങ്ങനെയാണ് അതിൻ്റെ അവതരണം. അവസാനം അതിൽ പറയണം, നമ്മളത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളിത് ഇനി പറഞ്ഞ് എല്ലാവരെയും കൂടി അറിയിച്ചിട്ടൊരു വിഷമാക്കൊന്നും വേണ്ട, അത് നിങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ തന്നെ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രൂപത്തിൽ അവരോട് വിഷമത്തിലൊക്കെ പറയുന്ന പോലെയാണ്, എന്തോ ഒരു സങ്കടത്തിലൊക്കെ പറയുന്ന പോലെ പറയുന്നത്. ഒന്നാമത് ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വാട്സപ്പിലൂടെ നോക്കിയിട്ട് ഒരാൾ കാണാമറിയത്തിരുന്നിട്ട് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്താനും ബോധ്യമാക്കാനൊന്നും കഴിയൂല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഓവർകം ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഭൂമിയിലുണ്ടാകും. അത് ഈ കാണാമറിയത്ത് നിന്ന് വാട്സപ്പിലിരുന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്ന സംഗതിയല്ല, അങ്ങനെ നോക്കാനും പറ്റില്ല, അങ്ങനെ നോക്കിയാൽ മനസ്സിലാകുന്ന സംഗതിയല്ല. പിന്നെ ഇതെങ്ങനെയാണ് പറയുന്നത്? ഇതൊക്കെ അവരെന്തല്ലോ ഇതിനെക്കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ചു വെച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. ഞാൻ അതിൻ്റെ നിജസ്ഥിതി അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്, അവരുടെ വീട് പള്ളിയിൽ നിന്നും വാങ്ക് കേൾക്കുന്ന, പള്ളിയിൽ നിന്നും സ്വലാത്ത് കേൾക്കുന്ന, പള്ളിയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്ന
അടുത്തുള്ള വീടാണ്, പള്ളിയുടെ തൊട്ടടുത്തല്ല, എന്നാൽ പള്ളിയിലേക്കൊരു 100 മീറ്റർ ഉള്ളിൽ നടക്കാൻ പറ്റുന്ന ദൂരത്തിൽ നല്ല ശാന്തമായ ഒരിടത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. വീടിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നല്ല സ്ക്വയറിലുള്ള നല്ലൊരു പ്ലോട്ട്. ആ പ്ലോട്ടിൽ അവർ നല്ല രൂപത്തിൽ തന്നെ വീട് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉൾപ്രദേശങ്ങളും ഉൾഭാഗങ്ങളും റൂമുകളും ബാത്റൂം ഉൾപ്പെടെയുള്ള വർക്ക് ഏരിയ ഉൾപ്പെടെയുള്ള കിച്ചൺ ഉൾപ്പെടെയുള്ള നമ്മൾ ശാസ്ത്രീയമായി പരിഗണിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്തപ്പം അവിടെ പ്രതികൂലമായൊരു സാഹചര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞു? അത് ഇയാൾ പ്ലാൻ വെച്ചിട്ടാണ് നോക്കിയത്. പിന്നെ ഈ ഫാമിലിയോട് സർവേ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർവേ നമ്പറും വെച്ചിട്ടാണ് ഇവർ നോക്കിയിരുന്നത്. ഈ സർവേ നമ്പർ വെച്ച് പ്ലാൻ വെച്ച് നോക്കിയിട്ട് അവർ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്ന് പറയുക ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളൂല എന്നുള്ളത്. ഞാൻ ഇത്തരം ആളുകളെ എല്ലാ സമയത്തും നമ്മൾ വെല്ലുവിളിക്കണം. ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ദീനീപരമായിട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ സർവേ നമ്പർ വെച്ചിട്ടോ നിങ്ങൾ ഈ പ്ലാനും സർവേ നമ്പറും മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ നല്ല വശങ്ങളും ഗുണവശങ്ങളും നിങ്ങൾക്ക് തെളിയിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പറ്റുന്നൊരു സംഖ്യ പറയുകയാണ്, 10,000 രൂപ ആ നിമിഷം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കും. അങ്ങനെ കഴിയൂല എന്നുള്ള പറയണം. അതുകൊണ്ട് നിങ്ങൾ എവിടെയും പോയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യല്ലേ, അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങല്ലേ. അതിലൊന്നും ഒരർത്ഥമില്ല, അങ്ങനെയൊന്നും ഒരാൾക്കും കണ്ടുപിടിക്കാനും കഴിയില്ല. ഇതൊക്കെ ചെയ്യുന്ന വലിയ വലിയ ആളുകളുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പറയുകയാണ്, നമ്മളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക. ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വലിയ വലിയ മഹത്തുക്കൾക്കൊക്കെ അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഇപ്പോഴുള്ള ഇതിൻ്റെ പേരിൽ ഇങ്ങനെ സാമ്പത്തിക ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള പറയുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട, നമ്മൾ ആ വീട്ടിൽ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ വീട്ട് പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്ന അത്രയും അടുത്ത്, പള്ളിയിൽ നിന്ന് സ്വലാത്ത് കേൾക്കുന്ന അത്രയും അടുത്ത്, നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഷേപ്പിലുള്ള നല്ല ഉയർച്ച നിരപ്പുകളൊക്കെ സമമായിട്ടുള്ള നല്ലൊരു ഭൂമിയിലാണ് ആ വീടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നമുക്കൊക്കെ അറിയാലോ, പിശാച് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക് ഓടി ഒളിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഇത്തരം നഷ്ടങ്ങളുടെയും തകർച്ചകളുടെയൊക്കെ കാരണം പൈശാചിക സാന്നിധ്യമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കുടുംബജീവിതത്തിലുള്ള തകർച്ചയാണെങ്കിലും സാമ്പത്തിക തകർച്ചയാണെങ്കിലും ഇതൊക്കെ പൈശാചികതയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ആ നോക്കിയ വീട്ടിൽ ഈ നിലക്ക് നോക്കുമ്പോൾ അനുകൂലമായ സാഹചര്യമാണുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ. നമ്മളെല്ലാം ഇങ്ങനെ ഹദീസിൻ്റെ വെളിച്ചത്തിലും ഈ വിഷയത്തിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ പള്ളികൾ അത് ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും തഹ്ലീലിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഉറവിടങ്ങളാണ്. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന സ്ഥലങ്ങളാണത്. ഇത്തരം സ്ഥലങ്ങൾ ബറക്കത്തിൻ്റെയും റഹ്മത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളായ ജിന്നുകളുടെയും മലക്കുകളുടെയും സാന്നിധ്യം ലഭിക്കുന്ന വളരെ പവിത്രമേറിയ ഭൂമിയാണത്. അതിനാൽ തന്നെ അതിനോട് തൊട്ടുരുമ്മി നിൽക്കുന്ന സ്ഥലങ്ങൾ, അതിനോട് ഓരം ചാരി നിൽക്കുന്ന സ്ഥലങ്ങൾ, അത് ആത്മീയമായിട്ട് ചൈതന്യമുള്ള നല്ല മഹത്വമുള്ള നല്ല ബറക്കത്തിറങ്ങുന്ന സ്ഥലമുള്ള ഏരിയയായിരിക്കും അതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയുടെ ഒരു 100 മീറ്റർ അപ്പുറത്ത് പള്ളിയുടെ സമീപത്തൊക്കെയുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം ആ വീടിൽ താമസിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ആ വീട്ടിൽ താമസിക്കുന്നത് വളരെ ഗുണമുള്ള കാര്യവും കൂടെയാണ്. എന്തുകൊണ്ടാണ് ഗുണമുള്ള കാര്യമാകുന്നത്? അവിടെ ജമാഅത്തിനും മറ്റും പങ്കെടുക്കുന്ന ആളുകൾ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അവരുടെ സമീപത്തുള്ളവർക്ക് അതിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ വാങ്ക് കേൾക്കുന്ന പരിധിയിലെങ്കിലും നമ്മൾ വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരൊറ്റ ഹദീസാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പിശാച് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള. പള്ളിയുമായിട്ടുള്ള അകന്നുള്ള ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. സമാധാന ജീവിതം നഷ്ടപ്പെടാൻ കാരണമാകും. എല്ലാം കൊണ്ടും അത് പ്രതികൂലമായ സാഹചര്യമാണ്. പിന്നെ നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും തകർച്ചകൾ അവിടെയുണ്ടോ, അവർ വീട്ടിലൊക്കെ എപ്പോഴും നിസ്കരിക്കുന്ന ആളുകളാണോ എന്നൊക്കെ നോക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് അവർക്കൊരു റൂം തന്നെ ആ 5 സെൻറ്റ് സ്ഥലത്തിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയൊരു റൂം, അത് നല്ലൊരു സ്ഥാനത്താണുള്ളത്.
അവിടെ അശുദ്ധമായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും അവിടെ താമസിക്കുമ്പോൾ വലിയ ബറക്കത്ത. പിന്നെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെങ്കിൽ, ഇങ്ങനെ പള്ളിയുടെ സമീപത്താണല്ലോ, അപ്പോൾ ആ പള്ളിയോട് അനാദരവ് കാണിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആ വീട്ടിൽ നിന്ന് ആ ശബ്ദകോലാഹലങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അബദ്ധവശാൽ അങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് സംഭവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ഒരു നിലക്കും അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. ആത്മീയമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കണ വീട്ടിൽ ആരൊക്കെയോ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ കുറച്ചിങ്ങോട്ട് കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു തറ ഇങ്ങോട്ട് കൂട്ടിയെടുത്ത് കാണുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കോൽ കണക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് തറ കൂട്ടിയെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വൃത്തിക്കെടുക്കാമായിരുന്നു, അത് വൃത്തിക്കോലും എടുത്തില്ല. അവരെന്തെല്ലോ കാട്ടിയിട്ടെടുക്കുക. എന്നിട്ട് അവരുടെ ഒരു വാഹനം അങ്ങോട്ടേക്ക് ശരിക്ക് പാർക്ക് ചെയ്ത് കയറ്റാനൊന്നും കഴിയുന്നില്ല ആ ഒരു സാധനം ഉണ്ടായതുകൊണ്ട്. അത് ബോറാണ് ശരിക്കും അവിടെ. അപ്പോൾ നല്ലോണം ആലോചിച്ച് ഇതിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത്, ഇങ്ങനെ ഈ ചില ആളുകൾ ഈ കോൽ കണക്ക് നോക്കും, ഈ അത് ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ അധമത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൽ കണക്ക്. ഓരോരുത്തരും ഓരോ വിശ്വാസമാണല്ലോ. അപ്പോൾ നമ്മൾ ആ കോൽ കണക്ക് ഇങ്ങനെ അത് അധമത്തിലായിരുന്നു പോൽ, അതിൽ നിന്ന് അധമത്തിൽ നിന്ന് മധ്യമത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഇത് കെട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ അത് മധ്യമത്തിൽ നിന്ന് അത് മധ്യമത്തിലേക്കായിട്ടില്ല, അത് ഇപ്പോഴും അധമത്തിൽ തന്നെയാണ്. അധമത്തിൻ്റെ മറ്റൊരു കണക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നവരും പറയുന്നവരൊക്കെ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം നഷ്ടപ്പെടാൻ കാരണമാകും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വീടൊരു കാരണവശാലും നിങ്ങളിതിൽ വിൽക്കരുത്, ഇവിടെ തന്നെ താമസിക്കണം, സന്തോഷത്തോടു കൂടെ നിൽക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കുറച്ച് ആയത്തുകളുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ചൊല്ലണം എല്ലാ പ്രഭാതത്തിലും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട്ടിൽ 2-3 മാസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും റെഡിയാവുമെന്നല്ല പറയുന്നത്. നിങ്ങളിങ്ങനെ ജീവിതശൈലി ക്രമപ്പെടുത്തി ഈ പറയുന്ന രൂപത്തിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആത്മീയമായിട്ട് നല്ല ചുറ്റുപാടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടാകും. ഇതിൽ ഒരു അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുമെന്നല്ല, അത് അവരുടെ മനസ്സിൽ മുമ്പത്തെ ആ വിഷയം അങ്ങനെ അങ്ങ് ഇരുന്നു പോയി. ഒരാൾ പറഞ്ഞത് അതവരുടെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രമേൽ അത് മനസ്സിൽ ആഴം പിടിച്ചു പോയി. പിന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അള്ളാഹു നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ സമാധാനം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.